വേദനകളെ നമ്മൾ മനോഹരാക്കണം. പല രീതിയിലുള്ള പെയിൻ നമ്മൾ അനുഭവിക്കും. ആ വേദനകളൊക്കെ നമ്മൾ വിചാരിക്കരുത് അതൊരു മോശം സംഗതിയാണ്. നമ്മളിങ്ങനെ വേവിച്ചെടുക്കും. നല്ല മാംസം, നല്ല ബീഫൊക്കെ കൊടുന്നാൽ നമ്മൾ നല്ലോണം വേവിക്കണം. അപ്പോഴതിന് രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമുക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന്. അങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. അനുഷ, നമ്മൾ പെയിൻ അനുഭവിക്കുന്നുണ്ടോ, നമ്മൾ ഈ സമൂഹത്തിൽ എന്തോ ചെയ്യാനുള്ളവരാണെന്ന പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. പോയി തൂങ്ങിച്ചാവാൻ പോവുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ വിധവയായ ഒരു അമ്മയുടെ കൂടെ ജീവിക്കേണ്ടി വന്ന ഒരു മകനാണ് ഞാൻ എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരമ്മയുടെ കൂടെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എനിക്കറിയാം എന്താണ് ഒരു വിധവയ്ക്ക് സംഭവിക്കുകയെന്ന്. ഒരു പക്ഷേ എന്നെ അത് പഠിപ്പിച്ചത് ഇന്നിവിടെ കുറേ മനുഷ്യർക്ക്, വിധവകളായ കുറേ ആളുകൾക്ക് അത് ഉപകാരപ്പെടാൻ സഹായിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചത് അതാണ്. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് അതാണ്. പല സ്ഥലത്തും പോയി ജോലി ചെയ്തിട്ടുണ്ട്, ഒരു മടിയും കാണിച്ചിട്ടില്ല. വേറൊരാളുടെ ഔദാര്യത്തിലോ ഒരാളുടെ കൈനീട്ടിയോ ജീവിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പല ജോലിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉള്ളിലെവിടെയോ ഒരിത്തിരി നമ്മളുടേതായ ഒരു ക്രിയേറ്റീവായിട്ടൊരു ലോകമുണ്ട്. ആഡ് ഫിലിം മേക്കിംഗ് ചെയ്തിട്ടുണ്ട്, മൾട്ടിമീഡിയ കോളേജ് നടത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിമീഡിയ കോളേജ് നടത്തിയ ആളാണ് ഞാൻ. എനിക്ക് അന്ന് മൾട്ടിമീഡിയ പഠിച്ചിട്ടല്ല ഞാൻ നടത്തിയത്. നിങ്ങൾ പറഞ്ഞ പഠനം എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മൾ വിചാരിക്കരുത് MSW പഠിക്കുക, അല്ലെങ്കിൽ MBBS പഠിക്കുക, അല്ലെങ്കിൽ BTech പഠിക്കുക, അതല്ല പഠനം എന്ന് അതൊരു ഉപാധി മാത്രമാണ്, അതൊരു മീഡിയമാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് ജോലിയും ചെയ്യുമായിരുന്നു. കോയമ്പത്തൂർ ഒരു സിമെൻറ്റിൻ്റെ ഗോഡൗണിൽ പോയിട്ട് സിമെൻറ്റിൻ്റെ ചാക്കെണ്ണാണ് പണിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കോൺഗ്രസിൻ്റെ ഒക്കെ നേതാവായിരുന്നു. ഇപ്പം ഒന്നുമില്ല കേട്ടോ. കോളേജിൽ KSUക്കാരനായിരുന്നു. പക്ഷെ ഇന്നും KSU SF ഞങ്ങൾ അടിയുണ്ടാക്കിയ ആളുകളൊക്കെ ഒന്ന് ഭയങ്കര ബന്ധമാണ്. ഇപ്പോഴും ഉണ്ടായ ബന്ധങ്ങളൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. 90-ൽ ഈ സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് തെരുവ് നാടകവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ പലതും ചെയ്ത് അങ്ങനെ ഈ പ്രൊഡക്ഷൻ ആനിമേഷൻ ഫിലിം മേക്കിങ്ങിലേക്ക് പോയി. ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിട്ടില്ല അതൊന്നും ചെയ്ത്. ഞാനതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, സർട്ടിഫിക്കറ്റ് വേണ്ടെന്നൊന്നും പറയുന്നതല്ല. ജീവിതത്തെ നമ്മൾ മനോഹരമാക്കണമെങ്കിൽ ഓരോ നിമിഷവും പാഠമാക്കി എടുക്കണം. അതാണ് ചെയ്യാനുള്ളത്.